കാൽവിൻ പെർഫ്യൂംസിൻ്റെ 30ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫ്യൂംസിൻ്റെ ഓൺലൈൻ പർച്ചേസിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് ആണെന്ന് പറയുന്നത്. പലരുടെയും എക്സ്പെക്റ്റേഷൻസ് പലതായിരിക്കും പെർഫ്യൂം വാങ്ങിക്കാൻ നിൽക്കുന്ന സമയത്ത്. ഇത് ഓൺലൈനിൽ വാങ്ങിച്ച് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന റിയാലിറ്റി ഡിഫറൻറ്റും ആയിരിക്കും. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്ന കാര്യമാണ് കേട്ടോ. ഇത് ചിലപ്പോൾ എൻ്റെ വേയി മാത്രമുള്ളൂ, എനിക്ക് കണ്ട എൻ്റെ കസ്റ്റമേഴ്സുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് കിട്ടിയേക്കുന്ന കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ ഓൺലൈനിൽ പെർഫ്യൂമിൻ്റെ കാര്യം മാത്രമാണ് കേട്ടോ. ഓൺലൈൻ പർച്ചേസ് ഉദ്ദേശിച്ച പെർഫ്യൂമിൻ്റെ കാര്യം മാത്രമാണ്, മറ്റുള്ള ഐറ്റംസ് അല്ല. ഓൺലൈനിൽ പെർഫ്യൂംസ് വാങ്ങിക്കുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതിലുള്ള ചെയ്യേണ്ട കാര്യങ്ങൾ ആണ് ഞാൻ ആദ്യം പറയുന്നത്. ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ രണ്ടാമത് ഞാനത് പറയാം. ബേസിക്കലി നമ്മളൊരു പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ ആ പെർഫ്യൂമിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളത് എന്ത് പർപ്പസിനുള്ള പെർഫ്യൂമാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് നമ്മുടെ മനസ്സിൽ വേണം. ഓഫീസിൽ ഉപയോഗിക്കാനുള്ള പെർഫ്യൂമാണോ, അതുപോലെ പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് അടിക്കാനുള്ള പെർഫ്യൂമാണോ, വൈഫിന് ഉപയോഗിക്കാനുള്ള പെർഫ്യൂമാണോ, നമുക്ക് ഉപയോഗിക്കാനുള്ള പെർഫ്യൂമാണോ, അങ്ങനെ നമ്മൾ എന്ത് പർപ്പസിനാണ് മേടിക്കുന്നത്. പുറത്ത് നമ്മളിപ്പോൾ ഈ വെയിലത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഔട്ട്സൈഡ് യൂസ് ചെയ്യാനുള്ള പെർഫ്യൂമാണോ, അതൊന്ന് ഡിസൈഡ് ചെയ്യണം. അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ ഇഷ്ടം എന്താണെന്നുള്ളത്, നമ്മുടെ ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് എന്താണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ സിട്രസ് ഫ്രാഗ്രൻസ് ആണോ, അതോ ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ആണോ, ഫ്ലോറൽ ആണോ, ഊത് ബേസ്ഡ് പെർഫ്യൂം ആണോ, അതോ സാൻഡൽ ആണോ, നമ്മുടെ ഇഷ്ടം. ഇങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ടൊന്ന് വിശകലനം ചെയ്തിട്ട് നമ്മളൊന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക. ബെസ്റ്റ്, ഇപ്പോൾ സാൻഡലാണ് ഇഷ്ടമെങ്കിൽ ബെസ്റ്റ് സാൻഡൽ പെർഫ്യൂംസ് ഗൂഗിളിൽ സെർച്ച് കഴിഞ്ഞാൽ കുറേ ലിസ്റ്റ് വരും. നമുക്ക് ഒരു പെർഫ്യൂമാണ് വാങ്ങിക്കേണ്ടതെങ്കിൽ ഒരു 3 എണ്ണം നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് തന്നെ നമുക്ക് അതിൻ്റെ റിവ്യൂസ് നോക്കുക. ഈ പെർഫ്യൂംസിൻ്റെ എല്ലാ റിവ്യൂസും നോക്കുക. പല ചാനലുകളിലും പല റിവ്യൂസുകൾ കാണും. ആ റിവ്യൂസുകളൊക്കെ നോക്കിയിട്ട് ഒരു 3 പെർഫ്യൂം നമ്മൾ അതിൽ നിന്ന് ഫൈനലായിട്ട് സെലക്ട് ചെയ്യുക. നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണമാണ് വാങ്ങിക്കേണ്ടത്. ഓക്കെ, ബെറ്റർ നമ്മൾ എവിടെ നിന്നാണോ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, റെഗുലറായിട്ട് വാങ്ങിക്കുന്ന ഷോപ്സ് കാണും. ഓൺലൈനായിട്ട് ഇപ്പോൾ ആമസോണിലൊക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ മാർഗ്ഗമില്ല. ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ മീൻസ് ഇത് ചെയ്യാനല്ലേ പറ്റുള്ളൂ. നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റ് ഉണ്ടെങ്കിൽ, അവിടുത്തെ ആരെങ്കിലുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ 3 പെർഫ്യൂമിൽ അവരുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്താൽ നല്ലതായിരിക്കും. ഇതിൽ അതിൻ്റെ ലോഞ്ചിവിറ്റി ഏതാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഉദ്ദേശിച്ച പോലെയാണ് ഓഫീസ് പെർഫ്യൂം തന്നെയാണോ ഇത്, അല്ലെങ്കിൽ പാർട്ടി വെയർ ആണോ ഇത്, എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു 2-3 പോയിന്റ് കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട്സുകൾ അങ്ങനെ ഒരുപാട് നോക്കിയിട്ട് പെർഫ്യൂം എടുത്തിട്ട് കാര്യമില്ല. കാരണം പല നോട്ട്സുകളും നമ്മൾ മനസ്സിൽ കാണുന്ന നോട്ട്സുകൾ മിക്സ് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് വേറെ സ്മെല്ലായിരിക്കും. ചിലപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്മെല്ല് ചിലപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ഉണ്ടായി എന്ന് വരണമെന്നില്ല. അതൊരു മെയിൻ പ്രോബ്ലം. അപ്പം നമുക്ക് നമ്മുടെ റിയാലിറ്റിയും നമ്മുടെ എക്സ്പെക്റ്റേഷനും കഴിഞ്ഞ് എക്സ്പെക്റ്റേഷനും റിയാലിറ്റിയും മാറിപ്പോകും. നമുക്ക് കൈ കിട്ടുന്ന സാധനം മാറിപ്പോകും. അതാണ് അതിൻ്റെ അകത്ത് വരുന്ന ഒരു പ്രശ്നം വരുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് ഇപ്പോൾ ഞാൻ ഇവിടെ ഈ ഷോപ്പിൽ ഒരു ബെസ്റ്റ് പെർഫ്യൂം എന്ന് പറയുന്ന ഒരു പെർഫ്യൂം, അതൊരു 10 പേർക്ക് ഞാനത് കൊടുത്തു കഴിഞ്ഞാൽ 10 പേർക്കും 10 അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. ചിലർ നല്ലതാന്ന് പറയും, ചിലർ മോശമാണെന്ന് പറയും, ചിലർ കൊള്ളാം, അങ്ങനെയുള്ള പല അഭിപ്രായങ്ങളെ പറയുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പം അത് നമ്മൾ അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഏതാ പെർഫ്യൂം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു നല്ല റിസൾട്ട് ചോദിക്കുന്ന ആൾക്ക് കിട്ടില്ല. അപ്പോൾ എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും കുറേയും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എന്താ പറയുക, നമുക്കൊരു ഇത് കിട്ടും. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇങ്ങനെയൊക്കെയുള്ള സൈറ്റുകളിൽ നിന്ന് ഒറിജിനൽ പെർഫ്യൂംസ് വാങ്ങിക്കുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നും കൂടി ഒന്ന് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പെർഫ്യൂം തന്നെ പല വിലയിൽ കാണും. ഒരു ബ്രൂട്ട് എന്ന് പറഞ്ഞൊരു പെർഫ്യൂം 1000 രൂപയുടെയും കാണും, 500 രൂപയുടെയും കാണും, 200 രൂപയുടെയും കാണും. ഒരേ പടമൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഡ്യൂപ്ലിക്കേറ്റ്സ് പെർഫ്യൂംസ് ഇഷ്ടം പോലെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാം ഒരേപോലെ കളറിൽ തന്നെ ആയിരിക്കും അത് വരിക. അപ്പം നമ്മളതിൽ കബളിപ്പിക്കപ്പെടരുത്. അറിഞ്ഞുകൊണ്ട് ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് മേടിക്കരുത്. ഞങ്ങളൊക്കെ തരുന്ന പെർഫ്യൂംസ് ഇൻസ്പയർഡ് വേർഷൻ ആണെന്ന് പറഞ്ഞ് തന്നെ തരുന്നത്. അതൊരിക്കലും ഒറിജിനൽ ആണെന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല ഒരിക്കലും.
അതിൻ്റെ ഞങ്ങൾ തരുന്ന പെർഫ്യൂംസ് ആക്ച്വലി ഒറിജിനൽ പെർഫ്യൂമിൻ്റെ ഒരു 80% മാത്രമേ നമുക്ക് സിമിലാരിറ്റി നമ്മൾ അവകാശപ്പെടുന്നുള്ളൂ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരിക്കലും അവകാശപ്പെടുന്നുമില്ല. 80% മാക്സിമം നമ്മൾ അവകാശപ്പെടുന്നത്. ഒരു 70-80% കിട്ടുള്ളൂ ഇൻസ്പയർഡ് വേർഷൻ. അതാണല്ലോ അതിൻ്റെ മീനിങ് തന്നെ. ആ മണത്തോട് ഇൻസ്പയർ ചെയ്തിരിക്കുന്ന അതിനോട് സാമ്യമുള്ളൊരു മണത്തിൽ നമ്മൾ പെർഫ്യൂം ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി. പെർഫ്യൂംസ്, ഒറിജിനൽ പെർഫ്യൂംസ് മേടിക്കാൻ ഏറ്റവും നല്ല സൈറ്റ് നൈക്ക പോലെയുള്ള സൈറ്റുകൾ. അതിൽ കുറച്ചും കൂടി ജെന്യുവൻ ആയിട്ടുള്ള പെർഫ്യൂംസ് ആയിരിക്കും കൂടുതൽ അതിനകത്ത് വരിക. അപ്പോൾ ഓൺലൈനിൽ പെർഫ്യൂം പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സ്റ്റഡി ചെയ്തിട്ട് എന്താണ് നമ്മൾ വാങ്ങിക്കേണ്ടത്, എന്താണ് നമ്മുടെ പെർഫ്യൂമിൻ്റെ ഉദ്ദേശം, ഒന്ന് കുറച്ചും കൂടി സ്റ്റഡി ചെയ്തിട്ട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ടായിട്ടുള്ള പെർഫ്യൂംസ് കിട്ടും. താങ്ക് യു. അടുത്ത വീഡിയോയിൽ ഇനി അടുത്ത ടിപ്പുമായിട്ട് വരുന്നവരേക്കും ടാറ്റ.